വെൽക്കം ബാക്ക് ടു Akio Life ഗൈസ്. കുറേ സമയം കഴിഞ്ഞ് നമ്മൾ പുതിയൊരു വീഡിയോ കൊണ്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോറേജ് ഡിവൈസിനെ കുറിച്ചാണ്. ഹാർഡ് ഡിസ്കിനെ കുറിച്ചല്ല, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസ്. യെസ്, ഇറ്റ്സ് കോൾഡ് SSD, NVMe SSD. അപ്പം നമ്മൾ ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു. ആ പാക്കറ്റ് ഇപ്പം നമുക്ക് റിസീവ് ആയതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എളുപ്പം നമുക്ക് ഈ പാക്കറ്റ് തുറന്ന് ഇതിൻ്റെ അകത്ത് ഉള്ള കണ്ടൻറ്റ് നോക്കാം. ഓക്കെ, ബ്ലൂ കളറിൻ്റെ ഒരു ബോക്സാണ്. നല്ലൊരു പാക്കേജിംഗ് ആണ് ഇവർ ചെയ്തേക്കുന്നത്. WD ബ്ലൂ 500 GB, അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ മെമ്പർഷിപ്പും ഫ്രീ ഇതിൻ്റെ അകത്ത് ഇവർ തരുന്നുണ്ട് 1 മന്തിൻ്റെ. SN570 NVMe SSD, ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് നോക്കാം. WD എന്ന് പറയുന്നത് വെസ്റ്റേൺ ഡിജിറ്റൽ എന്നാണ് കമ്പനിയുടെ പേര്. ഇറ്റ്സ് എ വെരി ഫേമസ് കമ്പനി. നമുക്കിതിൻ്റെ MRP ചെക്ക് ചെയ്യാം. പുറകെ എഴുതിയേക്കുന്ന MRP നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും. 8200 ഇൻക്ലൂസീവ് ടാക്സസ്. അപ്പം ഇതിൻ്റെ മാക്സിമം പ്രൈസാണ് ഇത് എഴുതിയേക്കുന്നത്. ഇത് എനിക്ക് കോസ്റ്റ് ചെയ്തൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിലായിരുന്നു. ആമസോണിൽ ബിഗ് ബില്യൺ ഡേ നടന്നുകൊണ്ട് ഇരുന്ന സമയത്താണ് ഞാൻ ഇത് നല്ലൊരു ഓഫർ പ്രൈസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത് മേടിച്ചത്. 500 GB ഒരു SSD ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രോഗ്രാംസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ലാതെ 5 ഇയേഴ്സിൻ്റെ ഒരു വാറൻറ്റിയും ഇവർ തരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. 3500 റീഡ് റൈറ്റ് സ്പീഡ് ഉള്ള ഒരു SSD ആണ്. You can see 5113 റുപ്പീസിൻ്റെ ആണ് എനിക്ക് ഈ ഒരു ഡീല് കിട്ടിയത് തന്നെ. അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് എ ഫെയർ ഡീൽ. നമുക്ക് കുറച്ച് റോൾസ് ഇതിൻ്റെ കാണാം. അപ്പം ഈ SSDയുടെ ആവശ്യം എന്തുവാണ്? എൻ്റെ അടുത്തുള്ള ഒരു ലാപ്ടോപ്പ് i5 8th ജനറേഷൻ്റെ ഒരു ലാപ്ടോപ്പാണ്. അതിൻ്റെ അകത്ത് 1 TBയുടെ ഒരു WDൻ്റെ ഹാർഡ് ഡിസ്ക് തന്നെയാണ് ഉള്ളത്. അപ്പം ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റീഡ് റൈറ്റ് സ്പീഡ് അതിൻ്റെ സ്ലോ ആണ്. അപ്പം വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ SSD ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരു SSD ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബൂട്ട് സ്പീഡൊക്കെ 5 സെക്കൻഡ്സ് വരെ കൊണ്ടുവരാൻ സാധിക്കും. എന്തായാലും നമുക്ക് ഈ ബോക്സിൻ്റെ അകത്ത് എന്തുവാ കണ്ടൻറ്റ് ഉള്ളതെന്ന് നോക്കാം. ബോക്സ് കട്ട് ചെയ്യാം. വളരെ ലൈറ്റ് വെയ്റ്റ് ബോക്സാണ്. ഇത് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ അകത്ത് വല്ല ഉണ്ടോ അതോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് SSDയും ഒരു മാനുവലിലും അവർ സീലൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ നോക്കാം. കമ്മിങ് ബാക്ക് ടു SSDൻ്റെ സൈസ് വളരെ ചെറുതാണ്. അതല്ലാതെ ഇമേജ് കാണിച്ചേക്കുന്ന പോലത്തെ SSD അല്ല നമുക്ക് ഈ ബോക്സിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഇതിൻ്റെ ഈ മൈക്രോ കൺട്രോളേഴ്സും ചിപ്സും SMD കോമ്പണൻസും ഒക്കെ വിസിബിളാണ്. പ്രോപ്പർ ഒരു PCB ആണ്, മൈക്രോ മൾട്ടി ലെയർ PCB ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഇവർ യൂസ് ചെയ്തേക്കുന്ന IC അല്ലെങ്കിൽ മെയിൻ ചിപ്പ് അത് സാൻഡിസ്കിൻ്റെ ആണ്. അപ്പം സാൻഡിസ്ക് ആണ് ബേസിക്കലി നമ്മൾ ഈ പെൻഡ്രൈവ് ഒക്കെ മേടിക്കുന്ന ഈ സാൻഡിസ്ക് കമ്പനിയുടെയാണ് സ്റ്റോറേജ് യൂണിറ്റ്സ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിപ്പാണ് ഇതിൻ്റെ അകത്ത് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ സൈസും തിക്നെസ്സും കണ്ടിട്ട് അമേസ്ഡ് ആണ് എങ്ങനെയാണെന്ന് ഈ പീസ് ഓഫ് ടെക്നോളജി ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് അതിൻ്റെ ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ബോക്സിൻ്റെ മുകളിൽ ഇവർ കാണിച്ചേക്കുന്ന പോലത്തെ ഈ സ്റ്റിക്കർ ഇതിൻ്റെ മുകളിലില്ല. ബട്ട് ഐ എം നോട്ട് ഷുവർ ആ സ്റ്റിക്കറും കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അതോ ഇല്ലയോ എന്ന്, ഏതെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷനോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന്.
ബട്ട് യെസ് ഈ ഐസീസ് ഡയറക്റ്റ്ലി എക്സ്പോസ്ഡ് ആയിരിക്കുന്നതുകൊണ്ട് കൂളിംഗ് ഇച്ചിരൂടെ എഫിഷ്യൻ്റായിട്ട് നടക്കും. അപ്പം സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ആ കൂളിംഗ് കുറച്ചുകൂടെ സ്ലോ ആയിട്ടേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ ടു നോട്ട് ഹാവ് ദാറ്റ് സ്റ്റിക്കർ. എന്തായാലും ഈ ഒരു SSD തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി സമയം കൊണ്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ഓർക്കുമായിരുന്നു. കാരണം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഈ സ്റ്റോറേജ് യൂണിറ്റ് തന്നെ റീപ്ലേസ് ചെയ്യുമ്പം നമുക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടും. അത് വീഡിയോ എഡിറ്റിങ്ങിലായാലും വീഡിയോ റെൻഡറിങ്ങിലായാലും ഓൾ ഓവർ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിലായാലും നിങ്ങൾക്ക് ആ ഒരു ഫാസ്റ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു സ്നാപ്പിനെസ് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു SSD ഇതിൻ്റെ സൈസ് റിയലി അമേസിങ് ആണ്. എൻ്റെ ഒരു ഫിംഗറിൻ്റെ അത്രയേ ഉള്ളൂ ഇതിൻ്റെ സൈസ്. എന്തായാലും ഈ SSD കൈ പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇത് നമുക്ക് സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് അത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇത് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ M.2 സ്ലോട്ടിലാണ് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ M.2 സ്ലോട്ട് ഉള്ള ലാപ്ടോപ്സിൽ മാത്രമേ ഇത് കമ്പാറ്റബിൾ ഉള്ളൂ. അപ്പം നമുക്ക് M.2 സ്ലോട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ തന്നെ ഈ ലാപ്ടോപ്പ് കംപ്ലീറ്റ്ലി ബാക്ക് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യണം, എന്നാലേ നമുക്ക് ആ പോർട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇനി നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ഫിക്സ് ചെയ്യാം. സോ ഹിയർ ഈസ് മൈ ലാപ്ടോപ്പ്. സോ ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ റാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇതിൻ്റെ ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയും ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം എളുപ്പം നമുക്ക് ഇതിൻ്റെ സ്ക്രൂസ് അഴിച്ചു മാറ്റി ലാപ്ടോപ്പിൻ്റെ ഇന്നർ യൂണിറ്റിൻ്റെ അകത്തോട്ട് കയറാം. ലാപ്ടോപ്പിൻ്റെ ഇന്നർ യൂണിറ്റ് ആക്സസ് ചെയ്യുന്നത് അത്ര ഈസി ടാസ്ക് അല്ല. കാരണം ഇതിൻ്റെ അകത്ത് സ്ക്രൂസ് അല്ലാതെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ലോക്കിംഗ് സിസ്റ്റമാണുള്ളത്. അപ്പം നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ലോക്കിംഗ് സിസ്റ്റം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേടായി കഴിഞ്ഞാൽ ഇത് തിരിച്ച് അടയ്ക്കാൻ അല്ലെങ്കിൽ തിരിച്ച് ലാപ്ടോപ്പ് അതേ രീതിയിൽ ക്ലോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അഥവാ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യുക. അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ കുറിച്ച് നോളജുള്ള ഒരു ഫ്രണ്ടിനോട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റീപ്ലേസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ബട്ട് ഡെഫിനറ്റ്ലി ഈ ഒരു SSD വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾ ഓവർ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് തന്നെ വലിയൊരു ജമ്പ് കാണാൻ സാധിക്കും. വിതൗട്ട് ആക്ച്വലി നിങ്ങൾക്ക് പ്രോസസ്സർ എന്തായാലും മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ മേടിച്ച പ്രോസസ്സർ വെച്ച് തന്നെ ഓപ്റ്റിമം പെർഫോമൻസ് എങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. ആ പെർഫോമൻസിന് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടെക്നീക്കാണ് നമ്മുടെ സ്റ്റോറേജ് ഡിവൈസിനെ ഒരു ട്രഡീഷണൽ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഒരു NVMe SSDയിലോട്ട് മാറുന്നത്. ലാപ്ടോപ്പ് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം നിങ്ങൾക്ക് ലാപ്ടോപ്പിൻ്റെ ഇൻറ്റേർണൽസൊക്കെ ക്ലീൻ ചെയ്യണം. കാരണം ലാപ്ടോപ്പിൻ്റെ അകത്ത് ഡസ്റ്റ് അക്യൂമുലേറ്റ് ആയിക്കഴിഞ്ഞാലും അതിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടെ ലോവർ ആവും. കാരണം ഹീറ്റ് അകത്ത് ജനറേറ്റ് ആകുന്ന എളുപ്പം കൂളാകാനൊന്നും അതിന് കഴിയില്ല. ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഹീറ്റ് എസ്കേപ്പ് ആകാൻ ഇച്ചിരി കൂടി ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം നിങ്ങളുടെ സിസ്റ്റം ഹീറ്റ് ആകുമ്പോൾ തന്നെ എന്തായാലും പെർഫോമൻസ് തന്നെ ലോ ആകും. അതുകൊണ്ട് ഡസ്റ്റ് ഒക്കെ നല്ലപോലെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എയർ വെൻറ്റിലേഷൻ ലാപ്ടോപ്പിൻ്റെ അകത്തൂടെ നല്ല രീതിയിലായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് അതും കൊണ്ടും പെർഫോമൻസ് കുറച്ചുകൂടെ എൻഹാൻസ് ആകും. അപ്പോൾ എന്തായാലും നമ്മൾ ലാപ്ടോപ്പിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ M.2 സ്ലോട്ട്. അപ്പം ഈ SSDയുടെ ആ ഫ്രണ്ട് ചിപ്പ് പോർഷൻ നിങ്ങൾക്ക് കാണാം. ആ സ്ലോട്ടിലോട്ട് കയറാനുള്ള പാകത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതെന്തായാലും നമുക്ക് കുറച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്തിട്ട്
ആണ് അകത്തോട്ട് കയറ്റേണ്ടത്. ഇത് ഒരു 15 ഡിഗ്രിയിലോട്ട് എലിവേറ്റഡ് ആയിരിക്കും. നിങ്ങൾ ഇത് കയറ്റുമ്പോൾ തന്നെ ഒരു 15 ഡിഗ്രിയുടെ ഒരു എലിവേഷനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ചെറിയൊരു ആംഗിൾ വെച്ച് കുറച്ചങ്ങോട്ട് പുഷ് ചെയ്യണം. പുഷ് ചെയ്യുമ്പോൾ തന്നെ ഈ സ്ലോട്ടിൻ്റെ അകത്തോട്ട് നിങ്ങളുടെ SSD ഫിറ്റായി ഇരിക്കുന്നതായിരിക്കും. വൺസ് ഇത് SSD അതിൻ്റെ അകത്തോട്ട് പ്രോപ്പർലി അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു സ്ക്രൂ ചെയ്യാനുള്ള ആ ഒരു ലൊക്കേഷനിൽ തന്നെ ഇതിൻ്റെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യണം. കാരണം ഈ സ്ക്രൂ വെച്ച് നിങ്ങൾ ടൈറ്റ് ചെയ്തില്ലെങ്കിൽ SSD പിന്നെയും അതിൻ്റെ സ്ലോട്ടിൽ നിന്ന് ലൂസായിട്ട് ഡിസ്കണക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പം എന്തായാലും ഈ SSD നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ SSDൻ്റെ അകത്തായിരിക്കും നമ്മുടെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്യും. എന്നിട്ട് ഈ SSDക്കകത്തായിരിക്കും നമ്മൾ നമ്മുടെ ബൂട്ടബിൾ വിൻഡോസ് ലോഡ് ചെയ്യാൻ പോകുന്നത്. ആ ബൂട്ടബിൾ വിൻഡോസ് നമുക്ക് പെൻ ഡ്രൈവ് വേണമെങ്കിലും വെച്ച് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വൺസ് വിൻഡോസ് 10 നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ആ ഹാർഡ് ഡിസ്കും റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിസ്റ്റത്തിൽ തന്നെ SSDയും ഹാർഡ് ഡിസ്കും രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. SSDയിൽ തന്നെ നിങ്ങൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം എന്നാലേ ആ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. എളുപ്പം ആയിട്ട് സ്നാപ്പി ആയിട്ട് എല്ലാ ആപ്സും ഓപ്പൺ ആകുകയും അല്ലെങ്കിൽ സ്നാപ്പി ആയിട്ട് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി വിൻഡോസ് സ്വിച്ച് ചെയ്യുകയും. അപ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത SSD തന്നെ നിങ്ങൾ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യണം. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കി പ്രോഗ്രാംസ് അല്ലെങ്കിൽ പുതിയ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഫ്രഷ് വിൻഡോസിൻ്റെ അകത്ത് അഡോബി പ്രീമിയർ പ്രോ അല്ലെങ്കിൽ ഫിൽമോറ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേറെ എഡിറ്റിംഗ് ടൂൾസൊക്കെ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ അതും SSDൻ്റെ അകത്ത് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ SSDക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടായിരിക്കും ലോഡ് ആകുന്നത്. കാരണം നിങ്ങൾ ഈ ബോക്സിൻ്റെ മുകളിൽ തന്നെ കണ്ടായിരുന്നു 3500 MBps പെർ സെക്കൻഡിൻ്റെ ഒരു സ്പീഡാണ് ഈ SSD കാണിക്കുന്നത്. അപ്പം ഇത് റീഡ് റൈറ്റ് സ്പീഡാണ്. അപ്പം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും രണ്ട് രീതിയിലും ആ ഒരു സൂപ്പർ ഫാസ്റ്റ് സ്പീഡായിരിക്കും ഈ ഒരു SSD പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസും ഓൾ ഓവർ വിൻഡോസും നല്ല സ്മൂത്തും നല്ല സ്പീഡായിട്ട് ഓടും. അപ്പം നിങ്ങളൊരു ട്രഡീഷണൽ ഒരു ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ SSD വെച്ച് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ നിങ്ങളുടെ ഒരു ഓൾ ഓവർ യൂസർ എക്സ്പീരിയൻസിൽ അനുഭവിക്കാൻ സാധിക്കും. അപ്പം ദാറ്റ്സ് ഓൾ ഫോർ today's video. Thank you so much guys for watching this video. Please like, share and subscribe to my channel. Till then, this is Akshay signing off.